അതായത് അറിവിൻ്റെ അറിവാണ് യേശു എന്നറിയുന്നത് കേട്ടോ. മോൻ എഴുതി യേശു. ആദ്യ അക്ഷരം ആ, ഇംഗ്ലീഷിൻ്റെ ആദ്യ അക്ഷരം എ, ഹിന്ദിയുടെ ആദ്യ അക്ഷരം ആ. വീഡിയോ നേരം ഈ അറിവ് തമ്പുരാൻ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചേർത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് നിൽക്കാനോ ഇങ്ങോട്ട് ഇരുന്നേ. പപ്പായ കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ കരുണയായി ആദ്യമായിട്ട് അവൻ എഴുതിയത് യേശു എന്നാണല്ലോ. അറിവിൻ്റെ ഉടയവൻ, അറിവിൻ്റെ പൂർണ്ണതയും ഞാൻ ക്രിസ്തു ആകുന്നതുകൊണ്ട് സ്തോത്രം. അവൻ ആദ്യ അക്ഷരം ആ കുറിച്ചു, അത് അമ്മയാണ്, അച്ഛനാണ്. കർത്താവ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കർത്താവ് അവൻ ആദ്യ അക്ഷരം കുറിച്ചു കർത്താവിൻ്റെ പ്രഭ കൊണ്ടിരിക്കുന്നു. കുഞ്ഞു കണ്ണത്താ ദൂരത്ത് പഠിക്കാൻ പോകുമ്പോൾ തമ്പുരാൻ്റെ ദൃഷ്ടി കുഞ്ഞിൻ്റെ മേലുണ്ടായിരിക്കണമേ. ഈ കുഞ്ഞിനെ തമ്പുരാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവൻ്റെ വാലാഴ്ചയൊക്കെ അവിടുന്ന് പിടിപ്പിക്കണം. യേശു അപ്പച്ചൻ്റെ പൈതലാക്കി അവിടെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ മാറ്റിക്കൊള്ളണമേ. അങ്ങനെ രോഗത്തിൽ നിന്നും തമ്പുരാൻ അവിടുന്ന് നൽകണമേ. തമ്പുരാൻ ദൃഷ്ടി നിന്റെ മകൻ്റെ മേലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, മാതാപിതാക്കളെയും സഹോദരനെയും വലിയപ്പച്ചനെയും വലിയമ്മച്ചയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കാൻ അവിടുന്ന് ഇടയാക്കണം. ഇതിന്റെ കട്ടളമേലൊക്കെ അപ്പന്റെ തിരുരക്തം കൊണ്ട് അവിടുന്ന് മുദ്രയിട്ട് കാത്തു സൂക്ഷിക്കണം. അടിയും കാലും കുത്തിരിക്കുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ അവിടുന്ന് ഇടയാക്കണം. പ്രാർത്ഥിക്കുന്നു. പിന്നെ മക്കളെ അധ്വാനത്തെ തമ്പുരാൻ മാനിക്കണമേ. കൃപയിൽ അവിടുന്ന് നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ബാധയും ഈ മകന്റെ മേൽ തട്ടാതാണെന്ന് യഹോവയിൽ പരിപാലിച്ചോളും. കൃപയിൽ കുതിരണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ വിട്ടെ ഒരു മിനിറ്റ് കൊണ്ട് നോക്കി, ഒരു മിനിറ്റ് അല്ല